ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടിക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാർട്ടിന്റെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് ഈ ഒരു ആക്രമണം കുറെ ആളുകൾ അത് വിശ്വസിച്ചിട്ട് ഇവരെല്ലാവരും കൂടെ ഗൂഢാലോചന ചെയ്ത് നടത്തിയതാണ് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി എന്നുള്ള തരത്തിൽ അങ്ങനെ കുറെ നറേറ്റീവ്സ് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഈ വിക്ടിമായിട്ടുള്ള നടിയെ ആക്രമിക്കുന്ന രീതിയിൽ പോസ്റ്റുകളും കമന്റ്സും ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നടി തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് റീസെന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മാർട്ടിന്റെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം ദിലീപ് നിരപരാധിയാണ്. ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലാല്, ഈ പറയുന്ന നടി, മഞ്ജു വാര്യർ, രമ്യ നമ്പീശൻ ഇവരെല്ലാരും കൂടെ ചേർന്നുണ്ടാക്കിയ പ്ലാനാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അവൻ നിരപരാധിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ വീഡിയോയുടെ ഏറ്റവും ഒടുവിൽ സുനിയും ഈ പറയുന്ന നടിയും കെട്ടിപ്പിടിച്ച് ചുണ്ടോടെ ചുണ്ട് ഉമ്മ വെച്ചിട്ടാണ് അവർ പിരിഞ്ഞത് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങനൊരു പീഡനം നടന്നിട്ടേ ഇല്ല എന്ന തരത്തിലാണ് ഇവൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. അവൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അങ്ങ് ഒരു സംഭവമേ നടന്നിട്ടില്ല, അത് ഗോവയിൽ എങ്ങാണ്ട് വെച്ച് നടന്നിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം. ആദ്യം നടിയുടെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു ആക്രമണം നടന്നപ്പോൾ അതപ്പോൾ തന്നെ പോലീസിനെ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത്, പുള്ളിക്കാരത്തി ചെയ്ത തെറ്റ് ഇതൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു പോസ്റ്റ്. അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതിരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്തു പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപ് ഒരു വീഡിയോ എടുത്തത് കണ്ടു. അതിനാൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തതെന്ന് കൂടി പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലോ ഉള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീങ്, ലെറ്റ് മീ ലീവ്, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സോ ഇതിനകത്ത് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ആ രണ്ടാം പ്രതി മാർട്ടിൻ എടുത്ത ആ ഒരു വീഡിയോ പറ്റി. അതിനകത്ത് അവൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ലെന്ന്. ഞാൻ ഈ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ കയ്യിൽ ഈ ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 76 56ാമത്തെ പാരഗ്രാഫ് തൊട്ട് മെഡിക്കൽ ആൻഡ് സയന്റിഫിക് എവിഡൻസ് റിഗാർഡിംഗ് ദ ഇൻസിഡന്റ് ഹെൽഡ് ഓൺ 17/2/2017 ഇൻ MO09 വെഹിക്കിൾ. MO09 വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ XUV 500 നടന്ന ആ ഒരു കാര്യങ്ങൾ, അവിടെ മെഡിക്കലി സയന്റിഫിക് എവിഡൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവരെന്തൊക്കെയാണ് ചെക്ക് ചെയ്തത്, എന്തൊക്കെ എവിഡൻസ് ആണ് അവനകത്ത് നിന്ന് കിട്ടിയെന്നുള്ള വ്യക്തമായി എണ്ണി പറയുന്നുണ്ട്. ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക. എനിക്ക് ആ ഒരു കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് TG മോഹൻദാസ് കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ ഉണ്ട്. പുള്ളിക്കാരൻ ആ ഒരു വീഡിയോയിൽ ഈ ജഡ്ജ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ വെക്കാം. 1700 ചില്ലാനും പേജുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോഴ്സിബിൾ ഓറൽ സെക്സ് നടന്നിട്ടുണ്ട്. ആ കാറിൽ അതിൻ്റെ മാറ്റിൽ നമ്മൾ കാല് ചവിട്ടുന്ന സ്ഥലത്ത് അവിടെ സ്രവങ്ങൾ വീണിരുന്നു. അതിൻ്റെ സാമ്പിൾ എടുത്തിരുന്നു. നടിയുടെ പാൻറ്റിൽ, ഷർട്ടിൽ ഒക്കെ ഇത് ഉണ്ടായിരുന്നു. പിന്നെ മുടി, ഇതെല്ലാം ഉണ്ടായിരുന്നു. വെറുതെ ഇതെല്ലാം പോലീസ് കണ്ടെടുത്തു. അത് സയൻറ്റിഫിക്കായിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവർ ഇത് നമ്പർ ഇട്ട് അടയാളപ്പെടുത്തി ഫോറൻസിക് ലാബിൽ അയക്കുന്നു. ഫോറൻസിക് ലാബിൽ അത് പരിശോധിക്കുന്നു. DNA പരിശോധിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് കൺഫേം ചെയ്യുന്നു ഈ സംഭവം നടന്നിട്ടുണ്ടെന്നും ഇത് ഈ സ്രവങ്ങളുടെയൊക്കെ ഉറവിടം പൾസർ സുനിയുടെ ശരീരമാണെന്നും കണ്ടെത്തിയിട്ടാണ് റേപ്പ് കൺഫേം ചെയ്യുന്നത്. അല്ലാതെ നടി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ല. അങ്ങനെ നടി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടുവരെ. സോ ഇതും പോരെങ്കിൽ ഈ ജഡ്ജ്മെന്റിന്റെ 51ാമത്തെ പേജിൽ ഈ PW1 പ്രോസിക്യൂഷൻ വിറ്റ്നസ് 1, അതായത് ഈ പറയുന്ന നടി, അവരുടെ മൊഴിയുണ്ട്. വളരെ വ്യക്തമായിട്ട് അന്ന് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള മൊഴിയുണ്ട്. അതുകൂടെ വായിച്ചു നോക്കും. അപ്പോൾ മനസ്സിലാവും എന്താണ് അതിനകത്ത് നടന്നിട്ടുള്ളത്. നമുക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് അറിയാവുന്ന ഒരാൾക്ക് അറിയാം ഇവൻ 20 കൊല്ലമാണോ ശിക്ഷ കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ചോദിക്കും. ഈ നാറിക്ക് 20 കൊല്ലമായിരുന്നു, ഇവനെയൊക്കെ കൊല്ലണ്ടായിരുന്നോ എന്ന് നിങ്ങൾ തന്നെ ചോദിക്കും. അമ്മ അതിന് തോന്നിയ മാസമാണ് കാട്ടിക്കുട്ടിയത്. സോ ഇവന്റെ ഈ മാർട്ടിന്റെ ഈ ഒരു വീഡിയോ ക്ലിയർലി ഫാബ്രിക്കേറ്റഡ് ഒരെണ്ണമാണെന്ന് ഞാൻ ഓൾറെഡി എന്നെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് അഗെയിൻ ഈ ഒരു പോയിന്റ് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കാര്യം അത് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതെ അത് വിട്ടത്. സോ ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല എന്ന് കുറെ കമന്റ് വരുന്ന കണ്ടു. അല്ലെങ്കിൽ കുറെ ആളുകൾ പറയുന്നത് കേട്ടു ഈ നടി മെഡിക്കൽ എക്സാമിനേഷന് വിധേയനായിട്ടില്ല എന്നുള്ള തരത്തിൽ, അതിനവർ വിസമ്മതിച്ചു എന്നുള്ള തരത്തിലൊരു നറേഷൻ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു കൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് ക്ലിയർലി സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ഈ മാർട്ടിൻ ലോക കള്ളനായിട്ടുള്ള രണ്ടാം പ്രതിയായിട്ടുള്ള ഇവൻ വന്ന് പറയുന്ന മൊഴി വിശ്വസിച്ച് നിങ്ങൾ അത് വിശ്വസിക്കാൻ നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്ന ചാനലുകളാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകളാണെങ്കിലും അവർക്കെതിരെ
നടിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടാണ് ഈ നടി പരാതി പറഞ്ഞിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കൂടെ ഞാൻ വെക്കാം. നടിയെ ആക്രമിച്ച കേസിലെ വിധിക്ക് പിന്നാലെയാണ് കേസിലെ രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോ പുറത്തുവന്നത്. അതിജീവിതയും ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും ചേർന്ന് ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ആരോപണം. അതിജീവിതയെ പേരടക്കം പരാമർശിച്ചുള്ള വീഡിയോയ്ക്കെതിരെയായിരുന്നു പരാതി. മാർട്ടിന്റെ ആ ഒരു വീഡിയോയ്ക്കകത്ത് അതിജീവിതയുടെ ഈ പറയുന്ന നടിയുടെ പേര് പല സ്ഥലങ്ങളിലായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഒരു വ്യക്തിയാണ്. അന്നേരം ഓൾമോസ്റ്റ് 21 സ്ഥലങ്ങളിൽ നിന്ന് ആ ഒരു പേര് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടത്. ഞാൻ ആദ്യം ഇട്ടപ്പോൾ ആ ഒരു പേരുള്ള വീഡിയോ ആയിരുന്നു ഇട്ടത്. പിന്നീട് ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എന്റെ കമന്റ് സെക്ഷനിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നത് കണ്ടു. ബ്രോ പേര് പറയുന്നുണ്ട്. അതാണ് ആക്ച്വലി ഞാൻ അത് ഓർക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് 21 സ്ഥലങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ എന്റെ വീഡിയോയിൽ പേര് പറയുന്നില്ല. പുറത്തിറങ്ങിയ വീഡിയോയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നതടക്കം അന്വേഷിക്കും. തൃശൂർ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. മാർട്ടിനെ ജയിലിലെത്തി ചോദ്യം ചെയ്യുകയും ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖ് വ്യക്തമാക്കി. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് ഒരു സ്പെഷ്യൽ സംഘത്തെ നമ്മൾ നിയമിച്ചിട്ട് ഒരു ഇംപാർഷ്യലും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക്, വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക്, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാർക്ക് ആർക്കാണ് അതെല്ലാം നോക്കിയിട്ട് അത് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ലീഗൽ നടപടികൾ എടുക്കാൻ പോവാണ്. നടിയെ ആക്രമിച്ച കേസിലെ വിധിക്ക് പിന്നാലെ ഫയൽ ചെയ്ത അപ്പം ഇത് സർക്കുലേറ്റ് ചെയ്തവർക്കെതിരെയും കേസ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മുടെ പേരിലും വരാം. പക്ഷെ ഞാൻ ആ വീഡിയോ എന്തായാലും ഡിലീറ്റ് ചെയ്യാൻ പോണില്ല. കാര്യം അതിനകത്ത് ആ വീഡിയോയിൽ ഇപ്പം പറഞ്ഞ കള്ളത്തരങ്ങളാണ് ഞാൻ എടുത്ത് ചൂണ്ടിക്കാട്ടി കാണിക്കുന്നത്. ആ വീഡിയോ കണ്ടിട്ട് കുറെ ആളുകളുടെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറണം. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇന്ന് നേരിട്ട് എന്തെങ്കിലും പേപ്പർ വരുവാണെങ്കിൽ അപ്പോൾ നമുക്കത് നോക്കാം. കാര്യം സത്യം ജനങ്ങൾ അറിയണം. അതിന്റെ പേരിലാണ് ഞാൻ ആ വീഡിയോ സ്റ്റിൽ അവിടെ ഇട്ടേക്കുന്നത്. എന്റെ വീഡിയോയിൽ പറയുന്ന പോലെ നടിയുടെ പേരൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഇനി ഈ വീഡിയോ ആരാണ് പുറത്തു വിട്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത്രയും നാള് ഇത് എവിടെ ആയിരുന്നു? ഈ ഒരു വീഡിയോ ആരുടെ കയ്യിലായിരുന്നു? എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കേസ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വിട്ടു എന്നുള്ള കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ കുറെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം കാണുന്നത് ഈ ഒരു ചാനലിലാണ്. സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. അവരുടെ ചാനലാണ് ആദ്യം കാണുന്നത്. ഇവർ ഈ വീഡിയോ ഇട്ടു ഏതാണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു യൂട്യൂബിൽ. അങ്ങനെയാണ് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് 4 ദിവസം കൊണ്ട് 67,000 പേരാണ് ഈ വീഡിയോ കണ്ടതെങ്കിലും പക്ഷേ ന്യൂസ് ആണെങ്കിലും ബാക്കിയുള്ള ആളുകളൊക്കെ എടുത്തിട്ട് ഇത് ഒരുപാട് വൈറലായി പോയി. ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ആണിത്. ഇത്രയും ഇത് കേസായിട്ടും ഇവർ ഈ ഫസ്റ്റ് അപ്ലോഡർ എന്ന് എനിക്ക് തോന്നിയ വ്യക്തി ഇദ്ദേഹമാണ്. ഇവർ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഈ നടിയുടെ പേര് അടക്കം പറയുന്ന ആ വീഡിയോ സ്റ്റിൽ അവരുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഇവരൊക്കെ ആദ്യം തൊട്ടേ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ്. എന്ന് വെച്ചാൽ നടിക്കെതിരെ നടി പറയുന്ന കള്ളത്തരമാണ് എന്ന് ഇതിന് നാളുകൾക്ക് മുമ്പേ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്. ഈ യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ട് പ്രചരിപ്പിച്ച ഈ സംഗീത ലക്ഷ്മണന്റെ ഒരു ഇന്റർവ്യൂ ഒരു 3 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ആ 3 കൊല്ലം മുമ്പ് വന്ന വീഡിയോയ്ക്കകത്തുള്ള ചില ഭാഗങ്ങൾ ഞാനൊന്ന് വെക്കാം. സത്യത്തിൽ ഈ ഒരു കേസ് ഉണ്ടല്ലോ, സീരിയലിൽ പോലും വർക്കാവില്ല. പഴയ പ്രേമനസീറിന്റെയും സോമന്റെയും സുകുമാരന്റെയും സിനിമയിൽ വർക്കാവില്ല എന്നത് പോട്ടെ, ഇപ്പോഴുള്ള സീരിയലുകൾ പോലും വർക്കാവില്ല. അമ്മാതിരി കോപ്പറേറ്റീവ്സ് ഇതിനകത്ത് നടക്കുന്നത് അൺനാച്ചുറൽ. ഇവിടെ ഇപ്പോഴും പ്രൂവ് ചെയ്തിട്ടില്ല. ഞാൻ കണ്ട റെക്കോർഡ്സ് വെച്ചിട്ട് ഇറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ ഹെർ ടു പ്രൂവ് ബിഫോർ ദ കോർട്ട് ദാറ്റ് ഷീ ഹസ് ബീൻ റേപ്ഡ്. അവൾ റേപ്പ് വിക്ടിം ആണ് എന്ന് പോലും കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ വിൽ ഹാവ് മിസറബിളി ഫെയിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് അവൾ ഐ ഡോണ്ട് ബിലീവ് അവൾ, ഞാനത് ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടി പറയുന്നത് മുഴുവൻ സത്യമല്ല, സത്യമായിട്ടുള്ളത് മുഴുവൻ കുട്ടി പറഞ്ഞിട്ടില്ല. കുട്ടിയല്ല, സ്ത്രീ. അവളെ യുവനടി എന്ന് പോലും വിളിക്കേണ്ട. ഷീസ് ഗെറ്റിംഗ് ഓൾഡ്. അവളെന്തിനാ യുവനടി എന്ന് വിളിക്കണത്? ഇനി ഷീസ് ഗെറ്റിംഗ് ഓൾഡ്. യുവനടി എന്നൊക്കെ വിളിച്ചിട്ട് അതിനൊരു വലിയ ഗ്ലാമർ കൊടുക്കുകയാണ്. ഷീസ് ഓൺലി വൺ ഓഫ് ദ റേപ്പ് കേസിൽ എത്ര 3000-ഓളം എത്രയോ 1000-10,000 എത്രയോ റേപ്പ് കേസസിലെ വിക്ടിം പോലെ നാട്ടിലെത്താൻ നമ്മുടെ കേരള പോലീസിൻ്റെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പറയുന്നുണ്ടല്ലോ, 4 വർഷം. ഈ കഴിഞ്ഞ 4 വർഷം കേരളത്തിലുണ്ടായ റേപ്പ് കേസസിൻ്റെ കണക്ക് നിങ്ങളൊന്ന് എടുക്കൂ. ഏതെങ്കിലും ഒരു വിക്ടിമിന് 13 വയസ്സും 12 വയസ്സും 3 വയസ്സും 4 വയസ്സും ആയ പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നു. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണ്ടല്ലോ. അതിലൊന്നും പ്രതി അന്വേഷിച്ച് നിങ്ങൾ പോകുന്നില്ലല്ലോ. എന്താ ആ പെൺകുട്ടികൾക്കൊക്കെ 2 എണ്ണം ഉള്ളത് ഇവർക്ക് 4 എണ്ണം ഉണ്ടോ? അതോ ഇവർക്ക് 1 എണ്ണം ഉള്ളത് അവർക്കൊക്കെ 2 എണ്ണം ഉണ്ടോ? അങ്ങനെയാണോ? എന്താ ഇവർക്ക് മാത്രം എന്താ കൊമ്പോ? ഇവള് മാത്രം ഒരാൾ മാത്രമേ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പുള്ളിക്കാരത്തി ഈ പറയുന്ന കേട്ടല്ലോ, ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് ഈ പറയുന്ന നടിക്ക് പ്രൂവ് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ള തരത്തിലാണ്. നമ്മൾ ആ ഒരു ജഡ്ജ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന സാമ്പിൾസ് എല്ലാം മാച്ച് ആയതാണ് പൾസർ സുനിയുടെ സാമ്പിൾസുമായിട്ട്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനെ ഒന്ന് പറയുന്നതെന്ന് അറിയത്തില്ല. ഇവർ തന്നെ പറയുന്നുണ്ട് അവരൊരു അഡ്വക്കേറ്റ് ആണ്, ഇതെല്ലാം ഡോക്യുമെന്റ്സ് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന്. ഇനി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അന്ന് രാത്രിയിൽ നടന്ന ഒരു കാര്യം, അതുകൂടെ ഞാനൊന്ന് വെക്കാം. സംഭവം
ഉണ്ടായെന്ന് ചോദിച്ചപ്പം ഒരു പ്രധാന ചാനലിലെ ഒരു മേധാവി സ്ഥാനത്തിരിക്കുന്ന ഒരാളും പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പേര് പറയുന്നതല്ല, ഞങ്ങളുടെ പേഴ്സണൽ കോൺവെർസേഷൻസ് ആണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന് എന്നോടുള്ള ഒരു വിശ്വാസ്യതയുടെ പേരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫൈൻഡിങ് പോലെ പറഞ്ഞതാണ്. അതേപോലെ ഞാൻ ഈ ടീമിൽ അന്ന് അവിടെ പോയിരുന്ന പോലീസ് ഓഫീസേഴ്സിൽ ഒരാൾ എന്നോട് പറഞ്ഞതും, ചെന്ന് കയറുമ്പോൾ ഈ പോലീസ് ആ സമയത്ത് ലാലിൻ്റെ വീട്ടിലോട്ട് വന്നു കയറുമ്പം സംവിധായകൻ ലാലിൻ്റെ വീട്ടിൽ ഇവൾ ആടിച്ചു പൂക്കുറ്റി ഫിറ്റാണ് പറഞ്ഞതാണ്, എനിക്കറിയില്ല. ആടിച്ചു പൂക്കുറ്റി ഫിറ്റായിരുന്നു ഇവൾ. ചെന്ന് കയറിയ ലാലിൻ്റെ വീട്ടിൽ ലാൽ അതിനേക്കാൾ ഫിറ്റാണ്. ഇവരെ രണ്ടിൻ്റെയും മോട്ടറിൽ എറങ്ങാൻ പോലീസിന് കാത്തു നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇവളെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വൈകിയതും ഇവളെ മെഡിക്കൽ എക്സാമിനേഷന് കൊണ്ടുപോകാൻ വൈകിയതും. ആ മെഡിക്കൽ എക്സാമിനേഷനിൽ തന്നെയും ഇവൾ സമ്മതിക്കാത്തത് കൊണ്ട് ഒരു റേപ്പ് വിക്ടിമിന് വേണ്ടുന്ന രീതിയിലുള്ള മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല, ഇവൾ സമ്മതിക്കാത്തതുകൊണ്ട്. അപ്പം ഇതെല്ലാം ആർക്ക് ഗുണകരമായിട്ട് വരും? സത്യത്തിനുണ്ടല്ലോ, ഞാൻ ഈ അടുത്ത കാലം വരെയും ഞാൻ വിചാരിച്ചത് ദിലീപ് കാശിറക്കിയിട്ട് പ്രോസിക്യൂഷനെ പോലീസിനെ സോ ഇവര് ആദ്യം മുതലേ ഈ പറയുന്ന നടിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവര് തന്നെയാണ് ഇപ്പൊ ഈ മാർട്ടിന്റെ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടേക്കുന്നത്. അപ്പൊ ഇവര് പിന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ മാർട്ടിന്റെ വീഡിയോ പുറത്തുവിടുന്ന സമയത്ത് മേ ബി ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഈ ഒരു മാർട്ടിന്റെ വീഡിയോ. ഇത് കണ്ടിട്ടായിരിക്കണം ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. മാത്രമല്ല ഇവരിപ്പോ പറയുന്നത് എന്താണ്, ലാൽ അടിച്ച് ഫിറ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ മാർട്ടിന്റെ ഈ വീഡിയോയിൽ നടി അടിച്ച് ഫിറ്റ് ആയിരുന്നു എന്ന് മാർട്ടിൻ പറയുന്നില്ല. പക്ഷെ മാർട്ടിൻ വേറെ കാര്യം പറയുന്നുണ്ട്, ലാല് ഒരു സ്മോൾ അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പിടികിട്ടിയോ? ലാല് കുടിച്ചിട്ടുള്ള കാര്യം രണ്ടുപേരും പറയുന്നുണ്ട്. ബാക്കി കേൾക്കാം. ഇതിനെ തട്ടിച്ചു വെക്കുവാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്, തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്നത് ആരുടെ കാറിലാണ്? ദിലീപിൻ്റെ കാറിലല്ല, ദിലീപ് ഏർപ്പെടുത്തി കൊടുത്ത കാറിലും അല്ല. ആരേർപ്പെടുത്തി കൊടുത്ത കാറിലാണ്? ആ പ്രൊഡ്യൂസർ. അതാരാണ്? ലാല്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഇൻറ്റേർണൽ കമ്മിറ്റിയൊക്കെ വരുമ്പോൾ, ഇൻറ്റേർണൽ കമ്മിറ്റി അന്നുണ്ടായിരുന്നെങ്കിൽ പരാതിയിലെ ആദ്യത്തെ പ്രതി ലാലാണ്. ലാൽ എൻഗേജ് ചെയ്ത് കൊടുത്ത വക്കീലില്ല. അപ്പം അതിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ടാണോ വന്നത്, അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണോ വന്നതെന്നൊക്കെ കാര്യത്തിലൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ട് ഇപ്പം. പക്ഷേ ലാല് വിശ്വസിച്ച് ലാൽ ഏൽപ്പിച്ചിരുന്ന വണ്ടിയിലാണ് അവൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്നത്. ലാൽ അതിനകത്ത് പ്രതിയാവണമോ? നിങ്ങളൊന്ന് പറ. വർക്ക് പ്ലേസിലുണ്ടായ പ്രശ്നങ്ങളാണെങ്കിൽ ലാൽ അതിനകത്ത് പ്രതിയാവണോ? ആർക്കും പരാതിയില്ല. WCCക്കും പരാതിയില്ല, WFFനും പരാതിയില്ല, ഫെമിനിസ്റ്റുകൾക്കും പരാതിയില്ല, ഇരയ്ക്ക് അത്ര പോലും പരാതിയില്ല. ഈ ഇരയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്കൊന്നും പരാതിയില്ല. ഇരയ്ക്ക് ആകെ പരാതിയുള്ളത് സാക്ഷികളെ സ്വാധീനിച്ച്. അപ്പൊ ഇപ്പൊ വരുന്ന ഈ ഒരു നറേറ്റീവ് ലാലിന്റെ മണ്ടക്കോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവര് മാത്രമല്ല, അഡ്വക്കേറ്റ് പെരുമന, ശ്രീജിത്ത് പെരുമന, പുള്ളിക്കാരനും ഈ ഒരു നറേറ്റീവ്, ഈ ഒരു സ്റ്റോറി ലൈന് ലാലിന്റെ മുകളിലോട്ട് ചാർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം പുള്ളിക്കാരന്റെ ഒരു ഫേസ്ബുക്കിലിട്ട ഒരു വീഡിയോ ഞാൻ കണ്ടു. അതൊന്ന് വെക്കാം. ലാല് അന്ന് ആ സമയം ഈ ഒരു സംഭവം നടന്ന സമയത്ത് പത്രങ്ങൾക്ക് കൊടുത്ത ഒരു ബൈറ്റാണ് അത്. പുള്ളി ഇപ്പൊ എടുത്ത് ഷെയർ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്. വെക്കാതെ ഓടി വന്നിരിക്കുന്നത്, ഞാനാണ് ആദ്യം പോലീസിനെ അറിയിക്കുന്നത്, പോലീസ് വരുന്നു എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ വെച്ചിട്ട് തന്നെ ജനം അത്യാവശ്യം ഒന്ന് ചിന്തിക്കും. എന്നിട്ടും വന്നിട്ടുണ്ടായിരുന്നു പല പത്രങ്ങളിലും ലാലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും തെളിയുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്കത് വേദനയായിട്ടും തോന്നിയില്ല. കാരണം എന്നെ സംശയിക്കാനുള്ള ചാൻസസ് കുറവാണ് മറ്റുള്ളവർക്ക്. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തു, കോടതിയിലിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളി ഇന്ത്യ ജയിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ ചാടി ഒന്ന് കൈയടിച്ചു. അടുത്ത നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുന്നത്, ഇയാൾക്ക് തോന്നുകയാണ് ഇതിന്റെ എല്ലാം പുറകിൽ ലാലായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പുറകിൽ ആൻഡോ ആയിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അയാൾക്ക് ശത്രുതയുള്ള ഒരാളുടെ പേര് ഒന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം തീർന്നു. പിന്നെ എല്ലാവരും അതിന്റെ പുറകെ കഥകളുമായിട്ട് മുമ്പോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അതൊക്കെ തെളിയിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് പിന്നീടുള്ള കാര്യമാണ്. നമ്മൾ ഒന്നും ആയിരുന്നില്ല, നമുക്ക് അതിനകത്ത് കുറ്റം ചെയ്തിട്ടില്ല എന്നൊക്കെ തെളിയിക്കാൻ പറ്റുമായിരിക്കും, ഉറപ്പായിട്ടും തെളിയിക്കാൻ പറ്റും. കാരണം തെളിവുകൾ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറ്റും. പക്ഷെ അത് തെളിയിക്കപ്പെടുന്നവരുള്ളൊരു സമയം എന്ന് പറയുന്നത് അത് ഭീകരമായിരിക്കും. നമ്മുടെ ജീവിതം താറുമാറാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകും. അപ്പൊ ഈ ഊഹോപോഹ കഥകൾ ഉണ്ടാക്കുമ്പോൾ അത് ഒരുപാട് പേരെ ഭീകരമായിട്ട് ബാധിക്കുന്നു എന്ന് എല്ലാവരും ഇതാണ് പുള്ളി ഇട്ട പോസ്റ്റ്. ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, അത് തന്നെയാണ് ചോദ്യം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ അടുത്ത ദിവസം മുന്നിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പൾസർ സുനി തന്റെ ഉൾപ്പെടെ ആരുടെ പേര് വേണമെങ്കിലും പറയാമെന്ന് ലാലിന് അന്നേരം തന്നെ തോന്നിയത് എന്തുകൊണ്ടാവും? ചോദ്യങ്ങളാണ്. ഇതൊരു തരം ഡയറക്ടർ ബ്രില്യൻസ് ആണോ, അതോ നമ്മളൊക്കെ പറയുന്ന പോലെ സിക്സ് സെൻസ് ആണോ? എന്തോ പുള്ളി അന്നേരം അമ്മാതിരി ഒരു കാര്യമൊക്കെ ചിന്തിച്ചു മാത്രമല്ല ആന്റോ ജോസഫിനെയും സ്മരിച്ചു. എന്തായാലും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു ഗൂഢാലോചനയുമില്ല എന്ന് രേഖാമൂലം പറയുന്നതിന് മുൻപ് സംഭവം നടന്ന ലാല് ദിവസങ്ങൾ
ദിവസങ്ങൾക്കുള്ളിൽ ലാലും മഞ്ജു വാര്യറും ഭാവിയും ഭൂതവും പ്രവചിച്ചു നമോ ഭാഗം അഡ്വക്കേറ്റ് പെരുമന എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഈ ഒരു സംഭവം ഷെയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് കാണുന്ന നമ്മളുൾപ്പെടെ അല്ലെ ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകൾക്കും തോന്നും ഇതെങ്ങനെ ശരിയാവും, ലാൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം പറയുന്നു, മഞ്ജു വാര്യർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചതിന് ശേഷമാണ് ഈ മാർട്ടിന്റെ വീഡിയോ ഇവർ പുറത്തോട്ട് വിടുന്നത്. ഇപ്പൊ ഈ ഫസ്റ്റ് അപ്ലോഡർ ആയിട്ടുള്ള ഈ സംഗീത ലക്ഷ്മണ നടിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി കേൾപ്പിച്ചല്ലോ. അപ്പൊ അവരുടെ ഉള്ളിലോ എന്തൊക്കെയോ ഒരു സാധനം കിടപ്പുണ്ട്, അവരത് കംപ്ലീറ്റ് ആയിട്ട് തുറന്ന് പറയുന്നില്ല. മേ ബി ഈ ഒരു മാർട്ടിന്റെ വീഡിയോ അല്ലെങ്കിൽ മാർട്ടിന്റെ ഈ ഒരു ഇതിന് ശേഷമായിരിക്കണം ഇവർ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ ഈ മാർട്ടിന്റെ വീഡിയോയിലോട്ട് വരാം. ഈ മാർട്ടിന്റെ വീഡിയോ അവൻ ഒറ്റയ്ക്ക് എടുത്ത വീഡിയോ അല്ല, അത് മറ്റൊരാളുടെ സഹായത്തോടെ എടുത്തൊരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ആ ഒരു വ്യക്തി സംസാരിക്കുന്ന വോയിസ് നമുക്ക് കേൾക്കാം. ഞാൻ അതൊന്ന് വെക്കാം. വരാന്ന് പറഞ്ഞ് അങ്ങനെ ജോലി ഇല്ലാത്തപ്പോൾ അതിന്റെ സമയത്ത് ഞാൻ പാർട്ട് ടൈം പഠിക്കാനും ജോലിയായിട്ട് പോവായിരുന്നു. അങ്ങനെ പോയി പരിചയം കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിലെ പേഴ്സണൽ ഡ്രൈവറും കാര്യങ്ങളും 4 വർഷത്തോളം നടൻലാലിലൂടെ. ആ വിശ്വാസത്തിന്റെ പേരിൽ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ അവിടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നടൻലാലിന് ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകൾ എന്തൊക്കെയാണ്? ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പുറത്ത് പറയാത്ത രീതിയിൽ കുഴപ്പണ ഇടപാടുകളും ഗോൾഡിന്റെ ബിസിനസ്സുകൾ ഒരുപാട് സ്ഥലത്ത് തന്നെ വിട്ടിട്ടുണ്ട്. ഇതിനകത്തൊരു കാര്യം ക്ലിയർ ആണ്, ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു. ഒരു മെയിലാണത്. സൗണ്ട് കേട്ടിട്ട് ഏതാണ്ട് ശ്രീജിത്ത് പെരുമനയുടെ സൗണ്ട് പോലൊക്കെ തോന്നി. അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, എന്താണെങ്കിലും അതുപോലെ തോന്നി. രണ്ടാമത്തെ കാര്യം, ഇവനത് വേറെ കാര്യം പറയുന്നുണ്ട്, എന്റെ ആദ്യത്തെ കേസാണ്, എനിക്ക് ഇതിനു മുമ്പ് വേറെ കേസ് ഒന്നുമില്ല, എന്റെ പേരിൽ വേറെ കേസ് ഒന്നുമില്ല. പക്ഷേ ഇവൻ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇവൻ ഈ ഒരു കുറ്റകൃത്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലാലിന് ഈ പറയുന്ന പോലെ ഇവൻ പറഞ്ഞ പോലെ ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ ഇവൻ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലാലിനെ സഹായിച്ചു എന്നും അത്ര ലാലിനോടൊപ്പം വിശ്വസ്തനായി നിന്നിട്ടുള്ള ഒരുത്തനായിരുന്നു എന്നാണ് ഇവൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതിനു മുമ്പ് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ്, ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം. മനസ്സിലായോ? അന്നേരം ഇവൻ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെയും ഇവൻ മുൻപ് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ മെയിൻ ആളുടെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരുത്തനായിരുന്നു എന്ന് ഇവൻ തന്നെയാണ് ഈ പറയുന്നത്. ഇനി ഈ വീഡിയോ എപ്പോഴാണ് പുറത്തോട്ട് വന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. മാർട്ടിൻ, അതൊന്നും ഞാൻ വെക്കാം. എന്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ 2ാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി, ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഇവനെ അറസ്റ്റ് ചെയ്യുന്നത് 2017 ഫെബ്രുവരി 18-നാണ്. 17-നാണ് ഈ ഒരു കൃത്യം നടക്കുന്നത്. അതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവനാണ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവൻ ബെയിലിൽ ഇറങ്ങുന്നത് 2022 മാർച്ച് 10-ലാണ്. അപ്പൊ ഈ ബെയിലിന് ഇറങ്ങിയതിന് ശേഷം 2022 ശേഷമാണ്, മാർച്ച് 10-ന് ശേഷമാണ് ഇവൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ആ സമയത്തിന് അടുപ്പിച്ച് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഞാൻ നേരത്തെ കാണിച്ച ഈ വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞ സംഗീത ലക്ഷ്മണയുടെ ഇന്റർവ്യൂ ഇറങ്ങുന്നതും ഏതാണ്ട് ഈ സമയത്തോട് അടുപ്പിച്ചാണ് 2022 മാർച്ച് 21-ന്. മനസ്സിലായോ? ആ ഒരു ഇന്റർവ്യൂ ഇറങ്ങുന്നതും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സായി ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ ശ്രീജിത്ത് പെരുമന ന്യൂസ് 18-ന് കൊടുത്ത ഒരു ഡിബേറ്റിനകത്ത് പറയുന്ന ഒരു കാര്യം. ആ ഒരു വീഡിയോ കൂടെ ഞാനിവിടെ വെക്കാം. അന്നേരം കുറച്ച് കാര്യങ്ങളിവിടെ മനസ്സിലാവും. ശ്രീജിത്ത് പെരുമനക്ക് ഇതിനകത്ത് എന്തെങ്കിലും കൈ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഇത് കാണുമ്പോൾ തോന്നും. ഞാൻ ആ ഒരു വീഡിയോ വെക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ ചർച്ച ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം അപർണയ്ക്ക് അതിന്റെ ആ ഗൂഢാലോചനയുടെ ആരൊക്കെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പേര്, സിനിമയിലുള്ള ആളുകളുടെ പേര്, പ്രമുഖരാണ്, വലിയ പ്രമുഖരാണ്. അതിന്റെ വലിയൊരു തെളിവ് ഞാൻ അപർണയ്ക്ക് കൈമാറാം. അപർണയുടെ ചാനൽ അത് സംപ്രേഷണം ചെയ്യോ? നിങ്ങൾ ആ തെളിവ് കൈമാറും, സംപ്രേഷണം ചെയ്യാം. ശ്രീത്ത്, സംപ്രേഷണം നിങ്ങൾ ആ തെളിവ് കൈമാറും, സംപ്രേഷണം ചെയ്യണം. ഇവർക്ക് മനസ്സിലാവാത്തത് അതിനുശേഷം ഞാൻ പറയാം. എന്നിട്ട് ഞാൻ പറയാം, നിങ്ങൾ ചോദിച്ചില്ലേ ആരാണ് ഇതിന് പിന്നിൽ നിന്ന്, ഞാൻ ആരാണെന്ന് ഇതിലെ പ്രതികൾ തന്നെ പറയുന്ന ഒരു വളരെ 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 കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, എന്തായാലും ഇതിലെ പ്രതികൾ തന്നെ പറയുന്ന വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, മനസ്സിലായല്ലോ. വിചാരണയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഞങ്ങൾ വക്കീലന്മാര് പറയുന്ന ആ ഭാഗം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അത് നിങ്ങളുടെ പിന്നെന്താണ് എഡിറ്റർക്ക് തരാം. അത് അതേപോലെ സംപ്രേക്ഷണം ചെയ്യണം. അതിൽ ഇതേ പാനലിസ്റ്റുകൾ വന്നിരിക്കണം. അപ്പൊ പേര് ഓരോന്നായിട്ട് ഹേമ കമ്മിറ്റി പൂഴ്ത്തിവെച്ച പോലെ ആയിരിക്കില്ല, ഓരോ പേരായിട്ട്. അപർണയ്ക്ക് ഈ ഡിസ്കഷൻ കഴിഞ്ഞ ഉടൻ ഞാൻ തരാം. നാളെ തന്നെ നമുക്ക് ചെയ്യാമെന്നേ. ഇത് തന്നെയാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പേര് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെയാണ്. ആരാണ് പറയുന്നത് നോക്കുക, ആരുടെ പേരാണ് പറയുന്നത് നോക്കുക. ഇനിയും ഇതിനൊരു അന്വേഷണം ഉണ്ടാവട്ടെ. കാരണം ഇതിന് പുറകിൽ ആളുണ്ട്. ആ പേരുകളാണ് പറയുന്നത്. ആ പേരുകളുടെ പേരിൽ ഇനിയും അന്വേഷണം ഉണ്ടാവട്ടെ.
ഓക്കെ. ഈ ശ്രീജിത്ത് വക്കീലൊക്കെ ദിലീപിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ആദ്യം തൊട്ട് ഡിബേറ്റിനകത്ത് പങ്കെടുക്കുകയും വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. നേരത്തെ കാണിച്ച ലക്ഷ്മണ, എന്താ പറയുക പേര്, സംഗീത ലക്ഷ്മണ, അവരും ഈ സെയിം കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഇവരുടെയൊക്കെ അറിവോടുകൂടി ആയിരിക്കണം ഈ ഒരു വീഡിയോ ഇപ്പം പുറത്തോട്ട് വന്നത്. ഞാൻ ഈ ഒരു ഡിബേറ്റിന് നടന്ന ഡേറ്റ് ഒന്ന് കാണിക്കാം. ഈ ഡിബേറ്റ് നടക്കുന്നത് 2024 സെപ്റ്റംബർ 17 ഏതാണ്ട് 1 ഇയർ മുമ്പുള്ള വീഡിയോ ആണ്. ഇവർ ഇത്രയും നാൾ ഇത് എന്തുകൊണ്ട് പുറത്തോട്ട് വിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാദം നടക്കുകയാണ്. വാദം നടക്കുന്ന സമയത്ത് ഈ സാധനം പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അതിനെ ബാധിക്കും. മേ ബി അതുകൊണ്ടായിരിക്കണം അത് വിടാതിരുന്നത്. പക്ഷെ ഇപ്പോ ഈ ദിലീപിനെതിരെ വലിയൊരു ജനസമൂഹം എതിർത്ത് നിൽക്കുന്നുണ്ട്. ദിലീപ് സ്റ്റിൽ കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. അവരുടെ മുന്നിലോട്ട് ഈ ഒരു സാധനം വിടുമ്പോൾ ഉറപ്പായിട്ടും ഇത് കുറെ ആളുകളെങ്കിലും ഇത് വിശ്വസിക്കും. അതോടൊപ്പം തന്നെ ഇവർ നേരത്തെ പറയാൻ ശ്രമിച്ച ഒരു ലൈൻ ഉണ്ടല്ലോ, ഒരു സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ, ഈ ലാലിന്റെ സ്റ്റോറി ലൈൻ, ആ ഒരു കാര്യവും കൂടെ ഇതിനകത്തോട്ട് ചർച്ചയായിട്ട് വരും. മാത്രമല്ല അവിടെ ഈ നടിയുടെ ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്യും. ഇവർ ശരിക്കും വിക്ടിം ആണോ എന്നുള്ള ഒരു ചോദ്യം തന്നെ അവിടെ വലുതായിട്ട് വരും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ സൈബർ അറ്റാക്ക് കൂടി ഇവൾ ഉടായ്പാണ് എന്നുള്ള തരത്തിലെ കുറെ കഥകൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു സംഭവം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന്റെ പുറകിൽ നല്ലൊരു ടീം വർക്ക് ഉണ്ട്, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മൊത്തം കോൺസ്പിറസിയാണ് ഇതിനകത്ത്. മാത്രമല്ല ഈ ഒരു സമയം തന്നെ ഇത് പുറത്തോടാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ പുതിയ സിനിമ വരികയാണ്. ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോ അതിനെയും ബാധിക്കും, ദിലീപിന്റെ കരിയറിനെ എഗെയിൻ ബാധിക്കും. ദിലീപിനെ ആളുകൾ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇട്ട് കുറച്ച് നാളെങ്കിലും ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിനിമയ്ക്കും ദിലീപിനും അത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇങ്ങനൊരു കളി ഇതിന്റെ പുറകിലുള്ള ഗൂഢാലോചന ടീംസ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ ഇറങ്ങിയ സിനിമ എനിക്ക് തോന്നുന്നു 7 കോടിയിൽ പുറത്ത് കളക്ഷൻ കിട്ടി ഒരു ദിവസം കൊണ്ട്. റെക്കോർഡാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഗൂഢാലോചന ടീംസിന്റെ ആ ഒരു ഗൂഢാലോചന വിജയകരമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഈ നടിയുടെ പേരൊക്കെ പറഞ്ഞവർക്കെതിരെയാണ് കേസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്കൊക്കെയാണ് ഈ പേര് പറയാൻ പറ്റാത്തത്, ആർക്കൊക്കെയാണ് ഈ പേര് പറയാൻ പറ്റുന്നത്, അങ്ങനെ വല്ലതും ഉണ്ടോ നിയമത്തിൽ? അതോ എല്ലാവർക്കും ഈ പേര് പറയാൻ പറ്റില്ല അങ്ങനെയാണോ? എനിക്കറിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടിയോടൊപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇട്ട ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ആ പോസ്റ്റിനകത്ത് എഴുതിയേക്കുന്ന കാര്യം ഞാൻ വായിക്കാം. നടിയുടെ പേര് പറഞ്ഞിട്ടാണ്, നടിയുടെ ഞാൻ പറയുന്നിടത്ത് നടിയുടെ പേരാണ് ബ്ലർ ചെയ്ത് വെച്ചേക്കാണ്. പുതിയ സിനിമ പോസ്റ്റർ ഇട്ടിട്ട് നടിയുടെ സിനിമ കാണാൻ ആരൊക്കെ പോകും എന്നൊരു പോസ്റ്റ് കണ്ടു. ഇവിടെ 2 തവണ ആ ഒരു ഒറ്റ ലൈനകത്ത് 2 തവണ നടിയുടെ പേര് പറയുന്നുണ്ട്. ഇവർക്കൊന്നും കേസ് ഇല്ലേ? അതോ ഇവരൊക്കെ നടിയോടൊപ്പം എന്ന് പറഞ്ഞു നടക്കുന്ന ടീംസിന് ഈ നടിയുടെ പേര് പറയാമെന്നുള്ള ഒരു ലോ വല്ല ഇവിടെ ഉണ്ടോ? നിയമമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് ആര് പറഞ്ഞാലും അവർക്കെതിരെ കേസ് എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പം ഏത് ലക്ഷ്മിയാണെങ്കിലും. പോസ്റ്റ് ബാക്കിയും കൂടെ വായിക്കാം. നടിയുടെ പുതിയ സിനിമയുടെ പോസ്റ്റർ ഇട്ടിട്ട് നടിയുടെ സിനിമ കാണാൻ ആരൊക്കെ പോകുമെന്നൊരു പോസ്റ്റ് കണ്ടു. അതിൽ കൂടി റീച്ച് ഉണ്ടാക്കാൻ ഒരു ശ്രമം. ഇങ്ങനെയും ചിലർ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അവളോടൊപ്പം നിൽക്കുന്നവർ അവൾ ഒരു നടി ആയതുകൊണ്ടല്ല ഒപ്പം നിൽക്കുന്നത്, ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. അത് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ, സീരിയസ്ലി ഭയങ്കര ഡൗട്ടാണ്. വേടം വന്ന സമയത്ത് വേടനെ സപ്പോർട്ട് ചെയ്തൊക്കെ വന്ന ടീംസ് അന്നേരം ആ ഓപ്പോസിറ്റ് നിന്ന് സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് ആരും സംസാരിക്കാനുണ്ടായിരുന്നില്ല. അവൾക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിക്കും എവിടെയും സംഭവിക്കാതിരിക്കാനാണ്. ഓക്കെ, ഈ 8 വർഷത്തിനിടെ നിങ്ങൾ എത്ര ഇങ്ങനെ ഇരയായിപ്പെട്ട സ്ത്രീകളുടെ കൂടെ നിന്ന് ഈ 8-8.5 വർഷത്തിനിടയിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, സീരിയസ്ലി കണ്ടിട്ടില്ല. ഈ വർഷത്തിൽ അവളുടെ ചില സിനിമകൾ ഇറങ്ങിയിരുന്നു. യാതൊരു PR വർക്കും ഇല്ലാതെ, ഫാൻസിന്റെ ആദരവില്ലാതെ അവരെല്ലാം കൂടി ശ്രമിച്ചിട്ടും എത്ര പണം ഇറക്കിയിട്ടും ഏട്ടന്റെ പടങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. ഇന്നലത്തോടൊരു കാര്യം മനസ്സിലായി, നല്ലൊരു പടം ഇറങ്ങിയാൽ ഇനി ആരുടെ പടമാണെങ്കിലും നമ്മുടെ നാട്ടിൽ വിജയിക്കും എന്നുള്ളൊരു കാര്യം. ഈ ഒരു സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, ബബ്ബാന്റെ. പക്ഷെ ഫസ്റ്റ് ഡേ അത് കുറെ വാരിയിട്ടുണ്ട്. അതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. തിയേറ്ററിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ്, വീട്ടിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ദഹിക്കണമെന്നില്ല. സെലിബ്രേഷൻ ടൈപ്പ് മൂവിയാണ്. ഈ ഒരു കേസിന് ശേഷം ദിലീപിന്റെ ഇറങ്ങിയ പടങ്ങളെല്ലാം വെറും പട്ടിക്കൂറ പടങ്ങളാണ്. അതുകൊണ്ടാണ് അത് പൊട്ടിപ്പോയത്. അല്ല, നല്ലൊരു പടം ഇറങ്ങിയിരുന്നെങ്കിൽ വിജയിച്ചനെ. എക്സാമ്പിൾ രാമലീല, ആ കേസിന്റെ പ്രൈം സമയത്ത് ദിലീപ് അറസ്റ്റിലായ സമയത്ത് ഇറങ്ങിയ പടമാണ്, എന്നിട്ട് അത് വിജയിച്ചില്ലേ? അവൾക്ക് PR വർക്ക് ഇല്ല, ഫാൻസ് ഇല്ല, കാരണം അവൾ ഒരു സാധാരണ പെൺകുട്ടിയാണ്. എങ്കിലും അവൾ പോരാടുന്നത് നിങ്ങളുടെ കൂടി പെങ്ങൾക്ക് വേണ്ടിയാണ്. അവളുടെ പോരാട്ടം ഒരു കരുത്താണ്. ഈ നാട്ടിലെ സ്ത്രീകൾ, പെൺമക്കളുടെ അച്ഛന്മാർ, സഹോദരന്മാർക്ക് അത് ആദ്യം മനസ്സിലാവുക. എന്നും അവളോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ഇതിനടിയിൽ കുറെ വേറെ കാര്യം എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന് താഴെ വന്ന് തെറി വിളിക്കുന്നവരോട് നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങളും അവളോടൊപ്പം തന്നെയാണ്. അവളെയും അവളോടൊപ്പം നിൽക്കുന്നവരെയും തെറി വിളിക്കുന്നവരുടെ ഒക്കെ ഉള്ളിൽ ഒരു കൊട്ടേഷൻ മനുഷ്യനുണ്ട്, പൾസർ സുനിയും കൂട്ടാളികളുമുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുക. ഇങ്ങനെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വന്നത്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, ശരിയാണ്. പക്ഷെ 2 കാര്യം. 1, നിങ്ങൾ ആദ്യം പേര് പറയുന്നത് നിർത്തുക, നിയമം അതിനെ അനുവദിക്കുന്നില്ല. 2, നടിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇവിടെ വന്നിട്ട് പറയേണ്ടത്. ഇവിടെ നടക്കുന്ന സ്ത്രീയോടൊപ്പം അല്ലെങ്കിൽ സ്ത്രീക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൂടി ഒച്ച ഉയർത്തുക. എനിക്ക് അത്രേ പറയാം.
പറയാനുള്ളൂ. എന്താണ് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ വന്ന് കമന്റ് ചെയ്യുക. വേറെ വീഡിയോ ഇട്ട് വരാം. അപ്പോൾ ശരി.